എല്ലാവർക്കും നമസ്കാരം. വേദ വിത്ത് ഹരിയിലേക്ക് സ്വാഗതം. ഒരു പുതുവർഷം കൂടി വരികയാണ്. പുതുവർഷത്തിൽ ഓരോ നക്ഷത്രക്കാർക്കുമുള്ള ഫലങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വരുന്ന ശുഭ അശുഭ ഫലങ്ങൾ എപ്രകാരമാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ നക്ഷത്രത്തിലും പെട്ടിട്ടുള്ളവർ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓരോ നക്ഷത്രങ്ങളിലും ഓരോ കൂറിലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 2.25 നക്ഷത്രങ്ങൾ വെച്ചിട്ട് 12 രാശികളിലായിട്ടാണ് നക്ഷത്ര ഫലങ്ങൾ നമുക്ക് വന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഒന്നാമത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞു പോയിട്ടുള്ള അപജയങ്ങളൊക്കെ മാറി ജീവിതത്തിൽ അപജയങ്ങളൊന്നും ഉണ്ടാവാതെ ജയമാണ് അല്ലെങ്കിൽ പരാജയമാണോ നമുക്ക് വരാൻ പോകുന്നത്, ഈ പരാജയത്തെ നീക്കി വിജയത്തെ കൈവരിക്കുന്നതിനും ഈ പുതുവർഷത്തിൽ 2026 വർഷത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി അനുഷ്ഠിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതികളിൽ മാറ്റം വരുത്താനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും നമ്മൾ പാലിക്കേണ്ടതുമായ നിഷ്ഠകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അശ്വതി നക്ഷത്രം മേടക്കൂറിൽപ്പെടുന്ന നക്ഷത്രമാണ്. ഇവരുടെ ദശാനാഥൻ കേതുവാണ്. കേതുർദശയിലാണ് ജനനമെന്നാണ്. ശരാശരി ഒരു 3 വയസ്സ് വരെ കേതുർദശയെ ഇവർക്ക് കൽപ്പിക്കാം. ശേഷം ശുക്രൻ, ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, ഇപ്രകാരമാണ് ഇവരുടെ ദശാവിവരണ കണക്ക് വരുന്നത്. ആ മേടക്കൂറിൽപ്പെട്ട അശ്വതി നക്ഷത്രക്കാർക്ക് പുതുവർഷ ആരംഭത്തിൽ വ്യാഴം 3-ലും ശനി 12-ലും ആദിത്യൻ 10-ാം ഭാവത്തിലും ശുക്രൻ 9-ാം ഭാവത്തിൽ നിന്ന് 10-ലും ബുധൻ 9-ലും സഞ്ചരിക്കുന്ന സമയമാണ്. രാഹുകേതുക്കൾ 11-ലും 5-ലും സഞ്ചരിക്കുന്ന സമയവും കൂടി. പുതുവർഷത്തിൻ്റെ ആരംഭം വ്യാഴം 3-ാം ഭാവത്തിലായതുകൊണ്ട് തന്നെ ആരംഭം പല വിധത്തിലുള്ള ക്ലേശങ്ങളും നൽകിയേക്കാം. 12-ാം ഭാവത്തിലെ ശനി 7.5 ശനിയാണ് ഇവർക്ക് നൽകുന്നത്. അശ്വതി നക്ഷത്രക്കാർ പൊതുവെ ജീവിത വിജയം കൈവരിക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ളവരാണ്. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നക്ഷത്രക്കാർ കൂടിയാണ് അശ്വതിക്കാർ. എന്നിരുന്നാലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതായ ഫലങ്ങൾ ലഭിച്ചെന്ന് വരില്ല. പലപ്പോഴും നമ്മൾ ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾക്ക് പ്രതിഫലം നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ തിരിച്ച് കിട്ടാതെ വരുന്നതൊക്കെ മനസ്സിനെ വിഷമിപ്പിക്കാറുണ്ട്. എന്നാലും ആർക്കും അടിമപ്പെട്ടു കൊടുക്കുന്ന ഒരു സ്വഭാവം ഇവർ അംഗീകരിച്ചു തരില്ല. എല്ലാവരുടെ മുമ്പിലും തൻ്റേതായ ശൈലിയും തൻ്റേതായ ആഠിത്യവും പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവരാണ് അശ്വതിക്കാർ. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല അപജയങ്ങളിൽ നിന്നും ജീവിത വിജയത്തെ പടുത്തുയർത്താൻ ഇവർക്ക് സാധിക്കാറുണ്ട്. നക്ഷത്രങ്ങളിൽ ഒന്നാമത്തെ പ്രഥമ നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രത്തിൽ 1-ാം ഭാവത്തിൽ ജനിക്കുന്നവർക്കൊക്കെ ജനന സമയത്ത് ബാലാരിഷ്ടതകളൊക്കെ പറയുന്നുണ്ട്. ശേഷം ജീവിതത്തിൻ്റെ പ്രധാന കാലഘട്ടം, വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത് ശുക്രദശ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടം ശോഭനീയമായിരിക്കും. അതിനുശേഷം പലപ്പോഴും അപജയങ്ങളൊക്കെ മാറി മാറി ജീവിതത്തിൽ വരാറുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് പ്രധാന ഒരു പ്രശ്നമായിട്ട് ഇവരുടെ ജീവിതത്തിൽ വന്നേക്കാം. അതുപോലെ തന്നെ സ്ഥിരതയില്ലായ്മയും അശ്വതിക്കാർക്കൊരു പ്രശ്നമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ പുതുവർഷത്തിൻ്റെ ആരംഭം 2026 ജൂൺ മാസം 1-ാം തീയതി വരെ വ്യാഴം 3-ാം ഭാവത്ത് സഞ്ചരിക്കുന്നതുകൊണ്ട് പലപ്പോഴും പറയുന്ന കാര്യങ്ങൾക്ക് ഒരു സ്ഥിരതയില്ലാതെ വരികയോ ആത്മബലം പ്രകടിപ്പിക്കേണ്ട സ്ഥാനത്ത് ആത്മധൈര്യം പ്രകടിപ്പിക്കാതെ വരുന്നതോ മറ്റുള്ളവരോട് എന്ത് കാര്യങ്ങളും തുറന്ന് പറയുന്നതിൽ മടി കാണിക്കുന്നതും നമുക്കൊരു പക്ഷേ ജീവിതത്തിൽ പ്രശ്നങ്ങളെ സൃഷ്ടിച്ചേക്കാം. 3-ാം ഭാവത്തിൽ ഭാവേ ഭ്രാതൃകതയെ സഹായവികമോ സോദര്യ രോഗാധികം എന്നാണ്. ഇപ്പോൾ വയ്യാഴികൾ വരികയോ ദീതൗഷ്ട്യ ധൈര്യക്ഷയം, നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതായ സ്വഭാവങ്ങളോ ഇല്ലെങ്കിൽ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതായ ഫലങ്ങളൊക്കെ ആയിരിക്കും നമുക്കിതിൻ്റെ ആദ്യ മാസങ്ങളിലെ അനുഭവത്തിൽ വരാറ്. അതുകൊണ്ട് തന്നെ ഈ 2026 ജൂൺ മാസം വരെയുള്ള സമയങ്ങളിൽ പ്രധാനമായിട്ടും മനോബലത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. 12-ാം ഭാവത്ത് നിൽക്കുന്ന ശനി 7.5 ശനിയെ നൽകുന്നതിനാൽ ധനനഷ്ടങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് ആലോചിച്ച് ചെയ്യണം. മറ്റുള്ളവരുമായിട്ട് പങ്കാളിത്തത്തിലൂടെ നടത്തുന്ന തൊഴിൽ സ്ഥാനങ്ങളിൽ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വയ്ക്കണം.
എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു സ്വഭാവവിശേഷം ഇവർക്ക് പറയുന്നുണ്ട്. അതിനെ ഈ വർഷമെങ്കിലും കഴിയാവുന്നത് മാറ്റിവെക്കുക. നമ്മുടേതായ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാംക്ഷിക്കുന്നത് പോലെ മറ്റാരും കാംക്ഷിക്കില്ല എന്ന് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നോക്കുക. അങ്ങനെയുള്ള പ്രവർത്തന രീതി തന്നെ ജീവിതത്തിൽ ഒരു പരിധിവരെ നമുക്ക് വിജയം കൊണ്ടുവന്ന് തരും. പലപ്പോഴും വർഷാരംഭത്തിൽ തൊഴിൽ സ്ഥാനം മാറേണ്ടതായ സാഹചര്യം വരും. വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന തൊഴിൽ സ്ഥാനത്ത് നിന്ന് തൊഴിൽ നഷ്ടങ്ങൾ വരുന്നതിനുള്ള യോഗവും ഈ പുതുവർഷത്തിൻ്റെ ആദ്യത്തിൽ അനുഭവത്തിൽ വന്നേക്കാം. എന്നിരുന്നാൽ തന്നെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഒരു ഫലത്തെയായിരിക്കും ഫെബ്രുവരി മാസം തൊട്ട് അനുഭവത്തിൽ വരാറ്. അപ്പം ആ ഗുണഫലത്തെ സിദ്ധിക്കുന്നതിനും നമ്മുടെ ദോഷഫലങ്ങളൊക്കെ മാറുന്നതിനും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് തൊഴിൽ സ്ഥാനങ്ങൾ പ്രവർത്തിക്കുക. മറ്റുള്ളവരുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ പറയുന്ന വാക്കുകൾ പലപ്പോഴും വളച്ചൊടിക്കുന്നതിനും അതുവഴി ദുഷ്കീർത്തി വരുന്നതിനുള്ള യോഗങ്ങളുണ്ട്. കേസുകളിലോ തർക്കങ്ങളിലോ പെടാതിരിക്കാനും ഇവർ ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ പൊതുവെ ഗുണദോഷ മിശ്രിത ഫലങ്ങളിൽ ഗുണഫലം കൂടുതലായിട്ട് അനുഭവത്തിൽ വരുന്നതായിട്ട് നമുക്ക് അനുഭവയോഗ്യമാകും. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതിനും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വിദ്യ ഗുണം ലഭിക്കുന്നതിനും വിദ്യാ വിജയം ലഭിക്കുന്നതിനൊക്കെയുള്ള യോഗം നമ്മളീ പറഞ്ഞ മാസങ്ങളിൽ അനുഭവയോഗ്യമാകും. എന്നിരുന്നാൽ പോലും സഹോദര സ്ഥാനത്ത് നിൽക്കുന്നവരുമായിട്ട് ക്ലേശങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദരസംബന്ധമായിട്ടോ നേത്ര സംബന്ധമായിട്ട് വരുന്ന അസുഖങ്ങളെയും പ്രധാനമായിട്ടും ശ്രദ്ധിച്ചു കൊള്ളണം ഏപ്രിൽ മെയ് മാസങ്ങളിൽ. മെയ് മാസത്തിൽ അപ്രതീക്ഷിതമായ ധനനഷ്ടം വന്നു ചേരാൻ ഇടം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് ആലോചിച്ച് കൈകാര്യം ചെയ്യുക. ഫെബ്രുവരി മാസത്തിന് ശേഷം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിരിക്കുന്ന ഒരു സമയമാണ്. കൃഷി മേഖലയിലേക്കൊക്കെ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഏറ്റവും അനുയോജ്യമായിരിക്കുന്ന ഒരു വർഷമാണിത്. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ തടസ്സങ്ങളുള്ളവർക്കൊക്കെ അശ്വതി നക്ഷത്രക്കാർക്ക് തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറുക ഉദ്യോഗം ലഭിക്കുന്നതിനുള്ളൊരു യോഗവും ഈ വർഷത്തിൽ പറയുന്നുണ്ട്. ജൂൺ 1-ാം തീയതിയുള്ള വ്യാഴമാറ്റം ഏറെ നാളായി ഗൃഹത്തിനെ ആഗ്രഹിച്ചിരുന്നവർക്ക് വീടിനുള്ള യോഗവും ഭൂമിയുടെ യോഗവും വാഹനത്തിൻ്റെ യോഗങ്ങളൊക്കെ കൊണ്ടുവന്ന് തരും. 4-ാം ഭാവത്തിലേക്ക് വ്യാഴം സഞ്ചരിക്കുമ്പം ഗൃഹാഭിവൃദ്ധി, ജീവിതത്തിൽ പുരോഗതി വരിക, മനസ്സിന് ആത്മബലം വരിക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജൂൺ മാസത്തിന് ശേഷം സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങൾ വരെ ഇവരുടെ ജീവിതത്തിൽ പൊതുവെ ഗുണഫലമായിരിക്കും അനുഭവത്തിൽ വരിക. ഈ സമയം നമ്മൾ കഴിയാവുന്നതും നമ്മുടെ ജീവിത പുരോഗതിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആലോചിച്ച് ചെയ്യുന്നത് പിന്നീട് വരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഈ നക്ഷത്രക്കാരെ മാറ്റുന്നതാണ്. അതുപോലെ തന്നെ നവംബർ, ഡിസംബർ മാസങ്ങളിൽ 2025 നവംബർ, ഡിസംബർ മാസങ്ങളിലും അപ്രതീക്ഷിതമായ ധനനഷ്ടത്തിന് യോഗം വരുന്നതിനാൽ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളുക. കുടുംബസ്ഥാനത്ത് പൊതുവെ സമാധാനപരമായിരിക്കുന്ന അന്തരീക്ഷമായിരിക്കും. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലാണ്ട് കടന്നു പോകുന്നതിന് ഈ പുതുവർഷം അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി വിദ്യാർത്ഥികളുടെ മടി, ആലസ്യതകളൊക്കെ മാറി പഠനത്തിൽ മികവ് പുലർത്തുന്നതിനും ഈ ഒരു വർഷം ഉപകരിക്കും. ഉപരിപഠനത്തിലൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉചിതമായിരിക്കുന്ന തീരുമാനങ്ങളൊക്കെ എടുക്കാൻ അനുയോജ്യമായിരിക്കുന്ന ഒരു സമയവും കൂടിയായിരിക്കും ഈ 2026 അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച്. ജീവിതത്തെ സംബന്ധിക്കുന്ന പുതിയ തീരുമാനങ്ങളൊക്കെ അനുയോജ്യമായി കൈക്കൊള്ളുന്നതിനും അതുവഴി ജീവിത വിജയം കൈവരിക്കുന്നതിനൊക്കെ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും. പൊതുവെ ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ ഈ 4 മാസവും ഇവർക്ക് ഏറ്റവും ഗുണപരമായിരിക്കും. സാമ്പത്തികപരമായിട്ടുള്ള ബാധ്യതകളൊക്കെ തീർക്കുന്നതിനും ജീവിതത്തിൽ സാമ്പത്തിക പുരോഗതി കൈവരുന്നതിനൊക്കെ ഈ മാസങ്ങൾ ഇവർക്ക് അനുയോജ്യമായിരിക്കും. അതുപോലെ തന്നെ കുടുംബ തർക്കങ്ങളുടെ പേരിൽ അനുഭവയോഗ്യമാകാതിരുന്ന ധനഭൂമികളൊക്കെ കൈവന്നു ചേരുന്നതിനും കേസുകളിലും തർക്കങ്ങളിലൊക്കെ വിജയം കൈവരിക്കുന്നതിനും ഈ ഒരു വർഷം ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണപരമായിരിക്കും. ആരോഗ്യപരമായിട്ട് വർഷാരംഭം പ്രധാനമായിട്ട് ഇവ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദരസംബന്ധമായി വരുന്ന വ്യാധികൾ, വിഷസംബന്ധമായി വരുന്ന പ്രശ്നങ്ങൾ, അഗ്നിസംബന്ധമായി വരുന്ന പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ക്ലേശങ്ങൾ നൽകിയേക്കാം. അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങളും ജീവിതത്തിൽ
പല വിധത്തിലുള്ള രോഗാദി ക്ലേശങ്ങൾക്കും ഇടം നൽകിയെന്ന് വന്നേക്കാം. ശസ്ത്രക്രിയ യോഗങ്ങളും അശ്വനക്ഷത്രക്കാർക്ക് ഈ വർഷം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയെ വളരെ ഗൗരവമായിട്ട് എടുത്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. രോഗം വരേണ്ടതായ സാഹചര്യങ്ങളൊക്കെ കഴിയാവുന്നത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഭക്ഷണകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതും അശ്വനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ബിസിനസ് ആശയങ്ങളൊക്കെ പ്രാവർത്തിക തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നത് ജീവിത വിജയം കൈവരിക്കാൻ വേണ്ടി ഉപകരിക്കുന്നതാണ്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് പോലും നമുക്ക് എതിരായിട്ടുള്ള പ്രവൃത്തികൾ വന്നു ചേരാനുള്ളൊരു സാധ്യത ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ജനങ്ങളെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കാൻ അശ്വനക്ഷത്രക്കാർ ഈ വർഷം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങളിൽ അപ്രകാരം അനുഷ്ഠിക്കുന്നതും ജീവിത വിജയത്തിന് ഏറ്റവും ഉത്തമമായിരിക്കും. പിടിവാശികൾ സ്വല്പം കൂടി നിൽക്കേണ്ടതായ ഒരു സാഹചര്യമാണിത്. അങ്ങനെയുള്ള പിടിവാശികൾ ജീവിതത്തിന് ക്ലേശം ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാനായിട്ട്. ജീവിത വിജയത്തിന് ഭക്തിപരമായിട്ടുള്ള അന്തരീക്ഷം ഗൃഹത്തിൽ സൃഷ്ടിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അന്യ ദേശങ്ങളിലുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താനുള്ളൊരു അവസരം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നുണ്ട്. ദൂരദേശ യാത്രകൾ ചെയ്യുന്നതിനും ഗൃഹവും ഗൃഹസ്ഥാനത്തുള്ള ജനങ്ങളുമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിനും ഗൃഹത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനും ഗൃഹ അന്തരീക്ഷം സന്തോഷപൂർണ്ണമാക്കുന്നതിനൊക്കെ ശ്രമിക്കുകയും അതിനുവേണ്ടി സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിനുള്ളൊരു യോഗവും ഈ നക്ഷത്രക്കാർക്ക് പറയുന്നുണ്ട്. ഇവരുടെ ക്ലേശങ്ങളൊക്കെ മാറി 2026 പുതുവർഷത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള പ്രധാന വഴിപാടുകൾ എന്ന് പറയുന്നത് 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള അശ്വനക്ഷത്രക്കാർ പ്രധാനമായും ശിവക്ഷേത്രത്തിൽ അഘോരമന്ത്രം കൊണ്ട് അർച്ചന നടത്തുന്നതും ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുന്നതും ഏറ്റവും ഉത്തമമാണ്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള പ്രധാനമായിട്ടും വിദ്യാഭ്യാസ സമയത്ത് വിദ്യാവിജയത്തിന് വേണ്ടിയിട്ട് ദേവീക്ഷേത്രത്തിൽ ജയദുർഗാ മന്ത്ര പുഷ്പാഞ്ജലി നടത്തുന്നതും പക്കപ്പിറന്നാൾ തോറും ദേവീക്ഷേത്രത്തിൽ പായസ നിവേദ്യം നടത്തുന്നതും ഏറ്റവും നല്ലതായിരിക്കും. അതിനുശേഷമുള്ള ആദ്യത്തെ ദശാകാലം പിതാവിന് ക്ലേശങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ മന്ത്രത്തിൽ അർച്ചന നടത്തുന്നതും ശേഷമുള്ള ചന്ദ്രദശാകാലത്തിൻ്റെ ഗുണഫലത്തിനും തൊഴിൽ സിദ്ധിക്കുന്നതിനും വേണ്ടി ദേവീക്ഷേത്രത്തിൽ വനദുർഗ മന്ത്രം കൊണ്ട് അർച്ചന നടത്തുന്നതും ശേഷം രാഹുർദശാകാലത്ത് ഗുണഫലത്തിന് വേണ്ടിയിട്ട് സർപ്പപൂജ, ആയില്യം നാളിൽ 100 പാലും ഇത്യാദി വഴിപാടുകൾ നടത്തുന്നതും ഏറ്റവും ഉത്തമമാണ്. അതിനുശേഷം വരുന്ന വ്യാഴദശാകാലം 16 വർഷമാണ്. ആ വ്യാഴദശാകാലത്ത് പ്രധാനമായും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പാൽപ്പായസ നിവേദ്യം നടത്തുന്നതും തുളസിമാല നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. അതിനുശേഷം വരുന്ന ശനിദശാകാലം 19 വർഷമാണ് പറയുന്നത്. ആ സമയത്ത് അയ്യപ്പസ്വാമിക്ക് ദർശനം നടത്തി നീരാഞ്ജനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തിലെ സാമ്പത്തികപരമായിട്ടുള്ള പരാധീനതകളൊക്കെ മാറുന്നതിനും പുതിയ ഒരു വർഷത്തിൽ സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്നതിനും വേണ്ടി നമ്മൾ പ്രധാനമായിട്ട് ശീലിക്കേണ്ടതായ ശീലങ്ങൾ നമ്മുടെ വരവ് ചെലവുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക. നമുക്ക് വരുന്ന വരവുകളുടെയും നമ്മൾ ചിലവാക്കുന്ന കണക്കുകളുടെയും കൃത്യമായ കണക്ക് വിവരണങ്ങൾ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാൻ ശ്രമിക്കുന്നത് ചിലവിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപകരിക്കുന്നതാണ്. അതുപോലെ തന്നെ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയിട്ട് ദേവീക്ഷേത്രത്തിൽ ശ്രീസൂക്ത മന്ത്രം കൊണ്ട് അർച്ചന നടത്തുക. സാമ്പത്തിക കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യുവാനായിട്ട്. തൊഴിൽ കച്ചവട മേഖലകളിലൊക്കെ അഭിവൃദ്ധി വരാൻ വേണ്ടിയിട്ട് കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ സുദർശന യന്ത്രം, ത്രിപുരസുന്ദരി യന്ത്രങ്ങളൊക്കെ സ്ഥാപിക്കുന്നതും അശ്വനക്ഷത്രക്കാർ ദേഹരക്ഷയ്ക്കായിട്ട് അല്ലെങ്കിൽ നമുക്ക് വരുന്ന ക്ലേശങ്ങളൊക്കെ മാറാനായിട്ട് ദേഹത്ത് മഹിഷാസുര മർദ്ദിനി യന്ത്രം ധരിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. ഈ പുതുവർഷക്കാലം നിങ്ങൾക്ക് വളരെ ശോഭനീയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.